ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക് സർവേ ആൻഡ് ബഡ്ജറ്റാണ് 2022-23. 10 ചോദ്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കുക. ദ ഫസ്റ്റ് എക്കണോമിക് സർവേ വാസ് ടേബിൾഡ് ഇൻ വിച്ച് ഇയർ? ആദ്യമായ എക്കണോമിക് സർവേ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1950-51 ആദ്യമായിട്ട് എക്കണോമിക് സർവേ ടേബിൾ ചെയ്തേക്കുന്നത്. ദ ഫസ്റ്റ് എക്കണോമിക് സർവേ വാസ് ടേബിൾഡ് ഇൻ വിച്ച് ഇയർ? 1950-51. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം. എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ തീം ഓഫ് ദിസ് ഇയേഴ്സ് എക്കണോമിക് സർവേ? ഇത്തവണത്തെ എക്കണോമിക് സർവേയുടെ തീം എന്താണ്? ഫാസ്റ്റ് അപ്രോച്ച്, ഡിജിറ്റൽ അപ്രോച്ച്, ആത്മനിർഭരത, അജൈൽ അപ്രോച്ച്. ഏതാണ്? ഓപ്ഷൻ ഡി, അജൈൽ അപ്രോച്ചാണ്. അജൈൽ അപ്രോച്ച്. അപ്പോൾ ഇത്തവണത്തെ എക്കണോമിക് സർവേയുടെ തീം എന്ന് പറയുന്നത് അജൈൽ അപ്രോച്ചാണ്. എന്താണ് ആക്ച്വലി എക്കണോമിക് സർവേ? ബഡ്ജറ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് ഫിനാൻസ് മിനിസ്ട്രിയുടെ എക്കണോമിക് സർവേ. അത് ബൈൻഡിങ് അല്ല, ഗവൺമെൻറ് അങ്ങനത്തെ റിക്വസ്റ്റോ അല്ലെങ്കിൽ അതിലുണ്ടാക്കിയ റെക്കമെൻഡേഷൻസ് ഒന്നും കൈക്കൊള്ളാം എന്നില്ല. പക്ഷേ എന്നാലും എന്തൊക്കെ ചെയ്യണം, ഫിനാൻസ് സൈഡിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അഡ്വൈസ് ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ്. ഇപ്രാവശ്യത്തെ ഡെവലപ്മെൻറ്റ്സും അതുപോലെ തന്നെ എത്ര ഇന്ത്യ ഗ്രോ ചെയ്യും, ഏതൊക്കെ സെക്ടറിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തും എന്നൊക്കെ പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഫിനാൻസ് മിനിസ്ട്രിയുടെ എക്കണോമിക് സർവേ. അപ്പോൾ ഇത്തവണത്തെ എക്കണോമിക് സർവേയുടെ തീം എന്താണ്? അജൈൽ അപ്രോച്ച്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈംസ് നിർമ്മല സീതാരാമൻ ഹാസ് പ്രസൻറ്റഡ് ദ ബഡ്ജറ്റ്? എത്ര തവണ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ്? 5, 4, 3, 2. അറിയാം, 4 4 തവണ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു ദ ബഡ്ജറ്റ് 2022-23 ഹൗ മെനി കിലോമീറ്റേഴ്സ് ഓഫ് നാഷണൽ ഹൈവേ വിൽ ബി എക്സ്പാൻഡഡ്? എത്ര ബഡ്ജറ്റ് പ്രകാരം എത്ര കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് പരാമർശിച്ചിട്ടുള്ളത് ബഡ്ജറ്റിൽ? 30,000 കിലോമീറ്റർ, 18,000 കിലോമീറ്റർ, 25,000 കിലോമീറ്റർ, 32,000 കിലോമീറ്റർ. എത്രയാണ്? 25,000 കിലോമീറ്റർ. ഓപ്ഷൻ സി, 25,000 കിലോമീറ്ററാണ് ഇത്തവണ ബഡ്ജറ്റിൽ ഹൈവേസ് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 25,000 കിലോമീറ്റർ. അഞ്ചാമത്തെ ചോദ്യം. ബഡ്ജറ്റ് 2022-23 ബേസ്ഡ് ഓൺ ഹൗ മെനി പില്ലേഴ്സ്? എത്ര ആശയങ്ങളിലാണ് മൊത്തം ബഡ്ജറ്റ് വിവരങ്ങൾ കൊടുത്തിരിക്കുന്നത്? അതായത് എത്ര പില്ലേഴ്സിലാണ് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സാധനം പ്രസൻറ്റ് ചെയ്തേക്കുന്നത്? എത്ര പില്ലേഴ്സാണ്? 4 പില്ലേഴ്സാണ്. ഓപ്ഷൻ ഡി 4. അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പില്ലറാണ് PM ഗതി ശക്തി എന്ന് പറഞ്ഞ പ്ലാൻ. ഇന്ത്യയുടെ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റുമായി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട PM ഗതി ശക്തിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പില്ലർ. 4 പില്ലേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സോ ബഡ്ജറ്റ് 2022-23 ഈസ് ബേസ്ഡ് ഓൺ ഹൗ മെനി പില്ലേഴ്സ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 4. ആറാമത്തെ ചോദ്യം. ഓൺ വിച്ച് ഡേറ്റ് നിർമ്മല സീതാരാമൻ ഹാസ് പ്രസൻറ്റഡ് ദ ബഡ്ജറ്റ്? ഏത് ദിവസമാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ലാസ്റ്റ് ഡേ ഓഫ് ഫെബ്രുവരി ആണോ ഫസ്റ്റ് ഡേ ഓഫ് ഫെബ്രുവരി ആണോ? അത്രയേ ഉള്ളൂ ഇതിൻ്റെ കൺഫ്യൂഷൻ. ഇപ്പോൾ 1 ഫെബ്രുവരി 2022 ചെയ്യുന്നത്. ഓപ്ഷൻ ബി, 1 ഫെബ്രുവരി 2022. നിർമ്മല സീതാരാമൻ ഹാസ് പ്രസൻറ്റഡ് ദ യൂണിയൻ ബഡ്ജറ്റ് ഓഫ് 2022-23 ഓൺ 1 ഫെബ്രുവരി 2022. അടുത്ത ചോദ്യം. 7th ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സെക്ടർ ഗവൺമെൻറ് ഹാസ് ലാർജസ്റ്റ് എക്സ്പെൻഡിച്ചർ? ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിനുള്ള ഇനം ഏതാണെന്നാണ്. ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ ചിലവുള്ള ബഡ്ജറ്റ് ഇനം ഏതാണ്? ഡിഫൻസ് ആണോ, സബ്സിഡി ആണോ, ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണോ, പെൻഷനാണോ? ഊഹിക്കാൻ പറ്റുമോ? ഒന്ന് ഗസ് ചെയ്തേ, ഏതായിരിക്കും? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കേട്ടോ. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ. 20% ഗവൺമെൻറ്റിൻ്റെ ചിലവെന്ന് പറയുന്നത് ലോണുകൾക്കുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റാണ്. കവച് എന്ന സ്കീം ഏത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ എ സ്പേസ്, ബി ഹൈവേ, സി റെയിൽവേ, ഡി വാട്ടർ ട്രാൻസ്പോർട്ട്. ഏതാണ്? ഈ ചോദ്യം നിങ്ങൾ കണ്ടുപിടിച്ച് പറ. 8ാമത്തെ ചോദ്യം. കവച് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ട്രെയിൻ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം, TCAS. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ എന്താണെന്ന് കണ്ടുപിടിക്കുക. 9ാമത്തെ ചോദ്യം. ടാക്സ് ഓൺ ട്രാൻസ്ഫർ ഓഫ് വെർച്വൽ അസെറ്റ്. വെർച്വൽ അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ അസെറ്റ് എന്നാണ്. ഡിജിറ്റൽ അസെറ്റ് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റലായിട്ട് ഹോൾഡ് ചെയ്യുന്ന എന്ത് തരം അസറ്റും ഡിജിറ്റൽ അസറ്റാണ്. വെർച്വൽ, അതായത് നമുക്ക് ഫിസിക്കലി തൊടാൻ പറ്റാത്തത്, ടാഞ്ചിബിൾ ആയിരിക്കില്ല, ഫിസിക്കലി തൊടാൻ പറ്റില്ല, പക്ഷേ എന്താണ്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെർച്വലാണ്. സോ ടാക്സ് ഓൺ വെർച്വൽ അസെറ്റ്, ട്രാൻസ്ഫർ ഓഫ് വെർച്വൽ അസെറ്റ് എന്താണ്? എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി 30%. 30% ടാക്സ് ഓൺ ട്രാൻസ്ഫർ ഓഫ് വെർച്വൽ അസെറ്റ്. ഈ ബഡ്ജറ്റിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ അസെറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ക്രിപ്റ്റോ കറൻസി. ഓക്കെ, ടാക്സ് ഓൺ ട്രാൻസ്ഫർ ഓഫ് വെർച്വൽ അസെറ്റ്. അവസാനത്തെ ചോദ്യം.
ദ ലോങ്സ്റ്റ് ബഡ്ജറ്റ് സ്പീച്ച് ഈസ് പ്രസൻറ്റഡ് ബൈ ഏറ്റവും നീളം കൂടിയ ബഡ്ജറ്റ് അവതരണം ആരുടെയായിരുന്നു? എ നിർമ്മല സീതാരാമൻ, ബി മൻമോഹൻ സിംഗ്, സി വാജ്പേയി, ഷൺമുഖം ഷെട്ടി. ആരായിരിക്കും? ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കുറേ ക്വസ്റ്റ്യൻസ് നോക്കി. അതിലത്തെ ഒരു ക്വസ്റ്റ്യൻ കവച് നിങ്ങൾക്ക് ഹോംവർക്ക് ഇതുപോലെ തന്നിട്ടുണ്ട്. ബാക്കി എക്കണോമിക് സർവേൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു, ടേക്ക് കെയർ.